അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹോമോജനസ് ലീനിയർ സിസ്റ്റംസ് ആണ്. നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തത് നോൺ ഹോമോജനസ് ലീനിയർ സിസ്റ്റംസ് ആണ്. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നോക്കിയപ്പോൾ ഞാൻ ആദ്യം ഒരു എക്സാമ്പിളൊക്കെ വെച്ച് ലീനിയർ സിസ്റ്റംസിന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള ഇവൻസിനെ മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോമോജനസ് ലീനിയർ ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത്. അത് ഇക്വേഷൻസ് ലീനിയറാണ്, അതായത് ലൈനിൻ്റെ ഫോർമാറ്റിലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ AX + BY + CZ = 0. ഹോമോജനസിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോൺ ഹോമോജനസിൻ്റെ കേസിൽ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിരുന്നു, 0 അല്ലാത്തൊരു കോൺസ്റ്റൻറ്റ്. പക്ഷേ ഹോമോജനസിൻ്റെ കേസിൽ വരുമ്പോൾ എന്താണ്, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ മാട്രിക്സ് ഫോർമാറ്റിലേക്ക് മാറ്റി. ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ മാട്രിക്സ് ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടോ, ഇങ്ങനത്തെ ടൈപ്പ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് സൊല്യൂഷൻ ആണ് എന്നെല്ലാം കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ നോൺ ഹോമോജനസ് ലീനിയർ സിസ്റ്റംസിൽ കണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ കേസിലും അതുപോലെ സെയിം തന്നെയാണ്. നമ്മൾ പ്രീവിയസ് നോൺ ഹോമോജനസിൻ്റെ കേസിൽ നോക്കിയപ്പോൾ നമുക്ക് AX = B എന്ന് പറഞ്ഞൊരു 3 മാട്രിക്സ് ഉണ്ടായിരുന്നു അല്ലേ. A എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് മാട്രിക്സ്, X എന്ന് പറഞ്ഞ നമ്മൾ വേരിയബിൾ മാട്രിക്സ്, B എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റന്റ് മാട്രിക്സ്. ഇതിൽ A എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും, അത് സ്ക്വയർ മാട്രിക്സ് അല്ല, ഒരു M/N മാട്രിക്സ് ആയിരിക്കും. ഇത് ബാക്കി Xഉം Bയും കോളം മാട്രിക്സ് ആയിരിക്കും, ഒരു കോളമേ അതിനുണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ B എന്ന് പറഞ്ഞ മാട്രിക്സ് ഫുള്ള് 0 ആയിരിക്കും. അപ്പോൾ ഹോമോജനസിൻ്റെ കേസിൽ എന്താണ്, B എന്ന് പറഞ്ഞ മാട്രിക്സ് നമ്മുടെ ഇതിൽ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ നോൺ ഹോമോജനസ് ലീനിയർ സിസ്റ്റംസിൽ നമ്മൾ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ആദ്യം AX = B എന്ന് പറയുന്ന ഫോർമാറ്റിലാക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എടുത്തു. എന്തിനാണ് ഓഗ്മെൻറ്റഡ് മാട്രിക്സ് നമ്മൾ എടുത്തത്, അതിനെ നമ്മൾ ഫോർവേഡ് എലിമിനേഷൻ ചെയ്ത് എച്ചിലോൺ ഫോർമാറ്റിലാക്കി അതിൻ്റെ റാങ്ക് കണ്ടുപിടിച്ചല്ലേ. എന്നിട്ട് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ABയും സെയിം ആണോ നോക്കിയില്ലേ. എന്നിട്ട് സെയിം ആണെങ്കിൽ അത് നമ്പർ ഓഫ് അൺനോൺസ് ആയിട്ട് ചെക്ക് ചെയ്തു അല്ലേ. അതായത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ABയും സെയിം ആണ്. ആ വാല്യൂ നമ്പർ ഓഫ് അൺനോൺസ്, അതായത് എക്സിനകത്തുള്ള എത്ര വേരിയബിൾസ് ഉണ്ട് അതുവരെ ചെക്ക് അതുമായിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഈക്വൽ ആണെങ്കിൽ, അതായത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ABയും സെയിം ആണ്, ആ വാല്യൂ നമ്പർ ഓഫ് അൺനോൺസിന് ഈക്വൽ ആണെങ്കിൽ അതിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയും. ഇനി റാങ്ക് ഓഫ് A ഉണ്ട്, റാങ്ക് ഓഫ് AB സെയിം ആണ്, അത് നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും ചെറുതാണെങ്കിൽ എന്താ പറയുക, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയും. ഇൻഫിനിറ്റ് നമ്പറായിട്ട് നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. ഇനി അത് അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് A ≠ റാങ്ക് ഓഫ് AB ആണെങ്കിൽ എന്താണ്, നമുക്ക് നോ സൊല്യൂഷൻ ആണെന്ന് പറയും. ഇവിടെ അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഹോമോജനസിൻ്റെ കേസിൽ വരുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇല്ല. അതായത് ഹോമോജനസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന് ആൾവേസ് സൊല്യൂഷൻ ഉണ്ട്. അതായത് അവർ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കും, അവരെപ്പോഴും സൊല്യൂഷൻ തരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ അതോ യുണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ ആണോ എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി ഹോമോജനസ്. അതുകൊണ്ട് തന്നെ ഹോമോജനസ് ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കുറച്ചുകൂടെ ഈസിയറാണ്, സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് കുറച്ചുകൂടെ ഈസിയറാണ്. സോ നമ്മൾ ആ കേസ് നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കേസ് ഹോമോജനസ് ലീനിയർ സിസ്റ്റംസിൽ ഇല്ല. അപ്പോൾ നമുക്കിവിടെ നമുക്കിവിടെ അത് മാത്രമല്ല, ഇവിടെ A എന്ന് പറഞ്ഞ മാട്രിക്സ് ഉണ്ട്, B എന്ന് പറഞ്ഞ മാട്രിക്സ് കംപ്ലീറ്റ്ലി 0 ആണ്. അപ്പോൾ ഇവിടെ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഉണ്ടാക്കേണ്ട കാര്യമേ ഇല്ല, നമുക്കെല്ലാം A വെച്ച് തന്നെ കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഹോമോജനസ് ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഈസിയാണ് ആവുന്നത് എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് A മാത്രം മതിയില്ല, റാങ്ക് ഓഫ് A = നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ നമുക്ക് യുണീക്ക് സൊല്യൂഷനാണ്. യുണീക്ക് സൊല്യൂഷൻ, അല്ലെങ്കിൽ ചിലവർ ഇങ്ങനെ ട്രിവിയൽ എന്നും പറയും, ട്രിവിയൽ സൊല്യൂഷൻ. ഇനി റാങ്ക് ഓഫ് A << നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ ഓക്കെ, റാങ്ക് ഓഫ് A നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും ചെറുതാണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ നോൺ ട്രിവിയൽ.
റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ നമുക്ക് ട്രിവിയൽ സൊല്യൂഷൻ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഹോമോജനസ് ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കേസുകൾ. അപ്പോൾ നമുക്കിനി നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ റാങ്കും മേട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ നമ്മൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ മാട്രിക്സ് ആണ്. ഇതിന് ഒബ്വിയസ്ലി ഡിറ്റർമിനൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് ഈ മാട്രിക്സ് ഈ സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണമല്ലോ ഡിറ്റർമിനൻ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 3/3 മാട്രിക്സ് ആണ്. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആണ്. അപ്പോൾ ഇത് 0 അല്ല. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ റാങ്കിൻ്റെ കണക്ഷൻ എങ്ങനെയാണ്? റാങ്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ക്വയർ സബ് മാട്രിക്സിൻ്റെ നമ്മൾ ഈ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ആ മെട്രിക്സിൽ ഏറ്റവും വലിയ സ്ക്വയർ സബ് മെട്രിക്സ് എടുക്കുക. ആ സ്ക്വയർ സബ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 അല്ലെങ്കിൽ ആ സ്ക്വയർ സബ് മെട്രിക്സിൻ്റെ ഡയമെൻഷനാണ് റാങ്ക് ആയിട്ട് വരിക. അപ്പോൾ ഈ ഒരു ഏറ്റവും വലിയ സ്ക്വയർ സബ് മെട്രിക്സ് എന്താണ്? ഇപ്പോൾ ഈ ഒരു മെട്രിക്സ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സബ് മെട്രിക്സ്. അപ്പോൾ ഈ സ്ക്വയർ സബ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 അല്ല. ഇത് ചെയ്ത് നോക്കിയാൽ കണ്ടുപിടിക്കുക ഇതിൻ്റെ 0 അല്ല ഈ ഡിറ്റർമിനൻ്റ് ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ. അപ്പോൾ ഡിറ്റർമിനൻ്റ് 0 അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞു, ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഈ ഡയമെൻഷൻ്റെ വാല്യൂ തന്നെയായിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ, ഇനി സപ്പോസ് നമുക്കൊരു റോ കംപ്ലീറ്റ്ലി 0 ആയി കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് 0 ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്തായിട്ടും നമ്മൾ ഏറ്റവും വലിയ സ്ക്വയർ സബ് മെട്രിക്സ് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആവരുത്. അങ്ങനത്തെ സ്ക്വയർ സബ് മെട്രിക്സിൻ്റെ ഡയമെൻഷനാണ് റാങ്ക് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈ ഏറ്റവും വലിയ സ്ക്വയർ സബ് മെട്രിക്സ് ഇപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയി. അപ്പോൾ നമ്മൾ 3/3 ചെറിയ മെട്രിക്സിലോട്ട് പോകണം. അപ്പോൾ ചെറിയ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് 2/2 ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മെട്രിക്സാണ് എടുത്തത്. അപ്പോൾ ഇത് സ്ക്വയർ സബ് മെട്രിക്സ് 2/2 ആണ്. അപ്പോൾ ഏറ്റവും വലിയ സ്ക്വയർ സബ് മെട്രിക്സ് വിച്ച് ഡസ് നോട്ട് ഹാവ് ഡിറ്റർമിനൻറ്റ് 0. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 അല്ല. അപ്പോൾ ഇപ്പോൾ റാങ്ക് എന്താണ്? ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ റാങ്ക്, ഡിറ്റർമിനൻറ്റ് 0 അല്ലാത്ത സ്ക്വയർ സബ് മെട്രിക്സ്. ഓക്കെ, 2 ആണ് ഇതിൻ്റെ റാങ്ക്. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാം. അതായത് റാങ്ക് ഓഫ് എ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷനാണ്. അല്ല ഇതിൻ്റെ വേറൊരു കേസ് നമ്മളാണ് ഡിറ്റർമിനൻറ്റ് എ നോട്ട് ഈക്വൽ ടു 0. അതായത് ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് തന്നെയാണ് ആ ഡയമെൻഷൻ തന്നെയാണ് റാങ്ക് ആയിട്ട് വരുന്നതെന്നാണ് ഈ ഇൻഡയറക്റ്റ് ആയിട്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഡിറ്റർമിനൻറ്റ് എ 0 അല്ലെന്ന് പറഞ്ഞാൽ അതൊരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. അതിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. ഇതിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ആ നമ്പർ ഓഫ് അൺനോൺ 6 y z അല്ലേ. അപ്പം നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സിൽ 3 റോ എന്തായാലും ഉണ്ടാവും. ഓക്കെ, 3 റോ എന്തായാലും ഉണ്ടാവും. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 അല്ലെങ്കിൽ നോട്ട് ഈക്വൽ 0 അല്ലെങ്കിൽ ഈ 3 ഇതിപ്പോൾ 3 വേരിയബിളാണ്. അപ്പോൾ 3/3 ആയിരിക്കും റാങ്ക് എന്ന് പറയുന്നത്. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 ആയിരിക്കും അല്ലേ. ആ ഒരു കേസ് തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ അതിന് നമ്മൾ ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് 0 ആണ്. അതായത് 0 ആയതുകൊണ്ടാണ് ഈ റാങ്ക് നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും ചെറുതായത്. നമുക്ക് കണ്ടോ, ഇവിടെ കണ്ടോ, നമ്മൾ ചെറിയൊരു സബ് മെട്രിക്സിലോട്ട് പോയത് തന്നെ വലിയ സബ് മെട്രിക്സ് 0 ആണ്, ഡിറ്റർമിനൻറ്റ് 0 ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ കേസ് എങ്ങനെയാണ്? ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ റാങ്ക് ചെക്ക് ചെയ്യുന്നതിന് പകരം ഡിറ്റർമിനൻറ്റ് ചെക്ക് ചെയ്താൽ മതി. ഇതിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണോ യുണീക്ക് സൊല്യൂഷൻ ആണോ എന്നുള്ളത്. ഈ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. ഡിറ്റർമിനൻറ്റ് 0 ആണെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ സൊല്യൂഷൻസ് ആണ്. ഈ ഒരു കേസ് ഹോമോജനസിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ, നോൺ ഹോമോജനസിൽ അപ്ലൈ ചെയ്യരുത്. അവിടെ ഇൻഫിനിറ്റ് യുണീക്കോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ആക്ച്വലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഈ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷനാണ്. ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ സൊല്യൂഷൻ ഇൻഫിനിറ്റിയാണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനാണ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു പ്രീവിയസ് സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ എന്ത് ടൈപ്പ് സൊല്യൂഷൻ ആണെന്ന് മാത്രം കണ്ടുപിടിച്ചത്. അപ്പോൾ ഓപ്ഷനിൽ എന്ന് പറയുന്നത് നോ സൊല്യൂഷൻ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ, യുണീക്ക് സൊല്യൂഷൻ, ഈ 3 ഓപ്ഷൻസാണുള്ളത്. അപ്പോൾ നമ്മൾ ബേസിക് സ്റ്റെപ്പ് എന്താണ്? നമ്മളിതിനെ AX = B എന്ന് പറഞ്ഞ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
അപ്പോൾ ഇവിടെ എല്ലാം ഹോമോജനസ് ഇക്വേഷൻസ് ആണ് കണ്ടത്, എല്ലാം 0 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കോഎഫിഷ്യന്റ് മെട്രിക്സ് ഉണ്ടാക്കുക. കോഎഫിഷ്യന്റ് മെട്രിക്സ് 1 -1 1. ഓക്കെ, ഇത് എ എക്സ് ബി 3 നമ്മൾ മെട്രിക്സുകളും എല്ലാം റെഡിയായി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ, യൂണിക് സൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ ആണോ എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കേസ് നമുക്ക് ആൾറെഡി പോയി, കാരണം എല്ലാം ഹോമോജനസ് ഇക്വേഷൻസ് ആണ്, കൺസിസ്റ്റൻ്റ് ആണ്, അവർക്ക് എന്തായാലും സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ മനസ്സിൽ നിന്ന് നമുക്ക് കളയാം. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡിറ്റർമിനൻറ്റിൻ്റെ കേസുകളുണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി, ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതെന്ന് നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യം മാത്രമേ നമുക്കിവിടെ വരുന്നുള്ളൂ. ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസും, ഡിറ്റർമിനൻ്റ് നോൺ 0 ആണെങ്കിൽ നമുക്ക് യൂണിക് സൊല്യൂഷൻ ഉണ്ടെന്നും കണ്ടുപിടിക്കാം. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്താണ്? ഡിറ്റർമിനൻ്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 നമുക്ക് -4 കിട്ടിയതുകൊണ്ട് എന്താണ് നമുക്ക് യുണീക്ക് സൊല്യൂഷൻ ആണ് അല്ലേ, യുണീക്ക് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഹോമോജനസിൻ്റെ കേസിൽ നമുക്ക് ഈ ഡിറ്റർമിനൻ്റ് ഓഫ് എ കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ മാത്രം അറിഞ്ഞാൽ മതി, നമുക്ക് എന്ത് ടൈപ്പ് സൊല്യൂഷൻ ആണെന്ന് അറിയും. പക്ഷേ മറ്റേ കേസിലാണെങ്കിലും നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഉണ്ടാക്കണം. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഫോർവേഡ് എലിമിനേഷൻ ചെയ്ത് എച്ചിലോൺ ഫോർമാറ്റിലാക്കി അതിൻ്റെ റാങ്ക് കണ്ടുപിടിച്ച് അതിനെ ചെക്ക് ചെയ്യണം. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണോ, അത് നമ്പർ ഓഫ് അൺനോൺസ് ആയിട്ട് ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് യൂണിക് സൊല്യൂഷൻ എന്ന് പറയുന്ന കേസിലോട്ട് പോകാൻ പറ്റൂ. അതാണ് നോൺ ഹോമോജനസ് കേസിലെ പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് ഒരു നോട്ടാണ്. അതായത് നമ്മൾ എ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഹോമോജനസ് ഇക്വേഷൻ അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡിറ്റർമിനൻ്റ് എ 0 ആണ്. ഡിറ്റർമിനൻ്റ് എ 0 ആയ കേസാണ്. അപ്പോഴാണ് നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ദെൻ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ വേറൊരു വേരിയബിളിനെ കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതിനാണ് നമ്മൾ എന്താണ് ഫ്രീ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അത് ഞാൻ അടുത്തൊരു പ്രോബ്ലത്തിൽ ഈ ഫ്രീ വേരിയബിൾസ്, ബേസിക് വേരിയബിൾസ് ആ പ്രോബ്ലം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾസ് മൈനസ് റാങ്ക് ആണ്. അതായത് നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് റാങ്ക്. ഓക്കെ, n-r, അല്ലെങ്കിൽ അതിന് നമ്മൾ നള്ളിറ്റി എന്ന് വിളിക്കും. നമ്മൾ പ്രീവിയസ് നോൺ ഹോമോജനസിൻ്റെ കേസിൽ നള്ളിറ്റി സെയിം ആയിരുന്നു, n-r തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് 3 ഹോമോജനസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇത് എന്ത് ടൈപ്പ് സൊല്യൂഷൻ ആണെന്ന് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഫ്രീ വേരിയബിൾസ്, ബേസിക് വേരിയബിൾസ് ഡിഫൈൻ ചെയ്യണം. ഇത്രയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിനെ ബേസിക്കലി നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്കിതിന് എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എ എക്സ് ഈക്വൽ ടു 0. അവിടെ ഞാൻ ഡയറക്റ്റ്ലി 0 എഴുതുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ റൈറ്റ് സൈഡെല്ലാം 0 ആണ്. ബി എന്ന് പറഞ്ഞാൽ സാധനം എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യമേ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതാം. 1 1 1 1 2 1 2 3 2. നമ്മൾ 3 വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 0 0. ഓക്കെ, അപ്പോൾ എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ഫോർമാറ്റിലാക്കി നമുക്കിതിന് ഡയറക്റ്റ്ലി നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണ്. നമുക്ക് ഇതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ എന്ന് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റും. എങ്ങനെയാണ്? കാരണം ഇതിൽ 2 ഐഡൻറ്റിക്കൽ റോസ് ഉണ്ട്, കോളംസ് ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇതിന് പ്രൊപ്പോർഷണൽ കോളംസ് എന്ന് പറയാം. കാരണം ഈ ഒരു ഫസ്റ്റ് കോളത്തിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് തേർഡ് കോളം കിട്ടും. ഓക്കെ, അപ്പോൾ പ്രൊപ്പോർഷണൽ റോസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോളത്തിനെ കംപ്ലീറ്റ്ലി 0 ആക്കിയിട്ട് ബാക്കി 2 വരെ മാത്രം നിലനിർത്തും അല്ലേ. പ്രൊപ്പോർഷണൽ ആയിട്ട് വന്ന റോയിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി ഇത് 0 ആയിട്ട് വരും. 0 ആയിട്ട് വരുമ്പോൾ എന്ത് പറ്റും? ഒരു കോളമോ ഒരു റോയോ കംപ്ലീറ്റ്ലി 0 ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് 0 ആയി. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് 0 ആയപ്പോൾ എന്തായി? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് സൊല്യൂഷനാണ്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ കുറേ ഇതിന് 2-3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇതായിട്ട് വരുന്നത്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ നേരത്തെ ഒരു നോട്ടിൽ കണ്ടുപിടിച്ച പോലെ, അതായത് ഇതിൻ്റെ നള്ളിറ്റി, അതാണ് സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ. അതായത് നള്ളിറ്റി എന്ന് പറഞ്ഞാൽ നള്ളിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ്. ഫ്രീ വേരിയബിൾസ് എന്ന് പറയുന്ന സംഭവം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഫ്രീ വേരിയബിൾസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ n-r ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ആണ്. അപ്പോൾ n-r, അപ്പോൾ 3 - r ആണ്. നമ്മളിവിടെ ഇതുവരെ റാങ്ക് കണ്ടുപിടിച്ചിട്ടില്ല. റാങ്ക് കണ്ടുപിടിക്കണമെങ്കിൽ എച്ചലോൺ ഫോർമാറ്റ് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ എച്ചലോൺ ഫോർമാറ്റിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെട്രിക്സ് എടുക്കാം. 1 1 0 1 1 1 എച്ചലോൺ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്പർ ഇനി ഏതെങ്കിലും റോ കംപ്ലീറ്റ്ലി 0 ആണ് അതിനെ ഏറ്റവും താഴെ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് ലീഡിങ് നോൺ സീറോ വാല്യൂവിനനുസരിച്ച് റോസിനെ അറേഞ്ച് ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ ഫോർവേഡ് എലിമിനേഷൻ ആണ്, ഏറ്റവും ടോപ്പ് റോയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഈ റോയിൽ ലീഡിങ് എൻട്രി വാല്യൂ എന്ന് വരുന്നത് ഈ ഫസ്റ്റ് കോളത്തിലാണ്. ഇതാണ് കോളം. അപ്പം ഇതിന് താഴെയുള്ളവന്മാരെല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് 0 ആക്കണം. അപ്പം R2 changes to R2 - R1, R3 changes to R3 - 2R1. അപ്പം മാട്രിക്സ് എങ്ങനെ മാറും? 1 1 1 0 2 - 1 1 0 2 - 2 0 3 - 2 1 2 - 2 0. ഓക്കെ. അപ്പം ഇപ്പോൾ ഇത് ഫസ്റ്റ് റോയിൽ ലീഡിങ് എൻട്രി 1, അതിൻ്റെ താഴെയുള്ള എല്ലാവരും 0. ഇനി നമ്മൾ രണ്ടാമത്തെ റോ, അപ്പോൾ ആ ഫസ്റ്റ് റോയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയി. സെക്കൻഡ് റോ വന്നു കഴിഞ്ഞപ്പോൾ ലീഡിങ് എൻട്രി രണ്ടാമത്തെ കോളത്തിലാണ് വന്നത്. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൻ്റെ താഴെയുള്ള കോളംസിൽ താഴെയുള്ള വാല്യൂസിനെല്ലാം കംപ്ലീറ്റ്ലി 0 ആകണം. ഓക്കെ. അപ്പം അതായത് നമ്മൾ ഈ ഒരു വാല്യൂവിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പം R3 changes to R3 - R2 ചെയ്താൽ ഇവൻ 0 ആകും. അപ്പോൾ 1 1 1 0 1 0 0 0 0. ഓക്കെ. ഇപ്പോൾ ഇത് എച്ചലോൺ ഫോർമാറ്റിലാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കുക എച്ചലോൺ ഫോർമാറ്റ് വരെ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഏതൊക്കെയാണ്? 1 2 റോസ് മാത്രമേ നോൺ സീറോ വാല്യൂസ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 3 - 2 1. അപ്പോൾ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് എന്ന് പറയുന്നത് 1. ഇതിൽ നമ്മൾ ഈ എക്സ് വൈ സെഡ് ആ 3 ഇക്വേഷൻസ് കാണിച്ചിരുന്നില്ലേ, അതിനകത്ത് ഒരു വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ബാക്കി രണ്ടുപേരും ബേസിക് വേരിയബിൾസ് എന്നാണ് അർത്ഥം. അത് ബേസിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അവർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. ഓക്കെ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അവരുടെ വാല്യൂസ് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരു റിലേഷൻ വെച്ച് അവർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവർ ബേസിക് വേരിയബിൾസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് x+y+z ഈക്വൽ ടു ലെറ്റ്സ് സേ നമുക്കൊരു 3 എന്ന് പറഞ്ഞൊരു വാല്യൂ. ഇതിൽ എക്സിനെയും വൈനെയും നമുക്ക് ഇസഡിൻ്റെ ടേംസിൽ എഴുതാമെങ്കിൽ എക്സും വൈയും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അതായത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നു? ഇസഡിനെ ഡിപ്പെൻഡ് ചെയ്ത് വരും. അതായത് എക്സും വൈയും ഇസഡിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എക്സിൻ്റെയും വൈയും മാറി മാറി വരും. അപ്പോൾ അങ്ങനെയാണ് എക്സും വൈയും ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ ഇസഡിനെ ഒരിക്കലും എക്സും വൈയും വെച്ച് എഴുതാൻ പറ്റില്ല. അതായത് എക്സിൻ്റെയും വൈക്ക് നമ്മൾ എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും അത് ഇസഡിനെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇസഡ് എന്തുവാണ്? ഫ്രീ വേരിയബിളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ബേസിക് വേരിയബിളും ഒരു ഫ്രീ വേരിയബിളും ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ബേസിക്കൽ ഓവർവ്യൂ. അപ്പോൾ ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഏതാണ് ആ ഫ്രീ വേരിയബിൾ, ഏതാണ് ആ ബേസിക് വേരിയബിൾ എന്നാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോർമാറ്റിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തത് റാങ്ക് കണ്ടുപിടിക്കുക എച്ചലോൺ ഫോർമാറ്റ് വരെ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ബാക്ക്വേർഡ് എലിമിനേഷൻ നടത്തി ഇതിനെ റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോർമാറ്റിലാക്കി. റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോർമാറ്റിലാക്കിയാൽ മാത്രമേ നമുക്ക് എത്ര ബേസിക് വേരിയബിൾ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ പോകാം. അതായത് റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോർമാറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ എച്ചലോൺ ഫോർമാറ്റ് എന്താണ്? 1 1 1 0 1 0. അപ്പോൾ നിങ്ങളൊന്ന് റീകളക്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ എച്ചലോൺ ഫോർമാറ്റിലേക്ക് എത്തിയിരിക്കണം. ഓക്കെ. അപ്പോൾ റെഡ്യൂസ്ഡ് റോ ഫോർമാറ്റിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം എച്ചലോൺ ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. എന്നിട്ടാണ് നമ്മൾ ബാക്ക്വേർഡ് എലിമിനേഷൻ ചെയ്തിട്ട് റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോർമാറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ
ഇത് നമ്മളെ എച്ചലോൺ ഫോർമാറ്റ് ഇതാണ്, ഇതിൻ്റെ റാങ്ക് 2 ആണ് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ബാക്ക്വേർഡ് എലിമിനേഷൻ ആണ് ചെയ്യുന്നത്. ബാക്ക്വേർഡ് എലിമിനേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, നമ്മൾ ഏറ്റവും താഴത്തെ റോയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ താഴത്തെ റോയിൽ നമ്മളെ കേസ് എന്തൊക്കെയാണ്, ലീഡിങ് നോൺ സീറോ ആയിട്ട് വരുന്ന വാല്യൂ 1 ആയിരിക്കണം. ഇവിടെ എച്ചലോൺ കേസിൽ 1 ആവണമെന്നില്ല, ലീഡിങ് നോൺ സീറോ വാല്യൂ എന്നേ ഉള്ളൂ. ഇവിടെ ലീഡിങ് നോൺ സീറോ വാല്യൂസ് ഒന്നും തന്നെ ഇല്ല തേർഡ് റോയിൽ. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോയിലോട്ട് പോകാം. ലീഡിങ് നോൺ സീറോ വാല്യൂ വരുന്നത് ഇവിടെയാണ്, അവനെ 1 ആക്കുക എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ആൾറെഡി 1 ആണ്. ഈ 1 കിടക്കുന്ന ആ കോളത്തിൽ അവൻ മാത്രമേ പാടുള്ളൂ, ബാക്കി എല്ലാവരും 0 ആവണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം, യവനെ എടുത്ത് കളയണം, യവനെ 0 ആക്കി മാറ്റണം. അപ്പോൾ എങ്ങനെ മാറ്റാം, R1 ചേഞ്ചസ് ടു R1 മൈനസ് R2 ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ വരും, 1 1 മൈനസ് 0 1 0 1 മൈനസ് 1 0 1 0 1 0 0 0 0. ഓക്കെ, R1 ആണ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, R1 ചേഞ്ചസ് ടു R1 1 മൈനസ് R1 മൈനസ് R2 1 മൈനസ് 0 1 1 മൈനസ് 1 0 1 മൈനസ് 0 1 ഉണ്ടോ. ഓക്കെ, അപ്പോൾ ഈ കോളം സെറ്റായി. ഓക്കെ, ലീഡിങ് നോൺ സീറോ വരുന്ന കോളത്തിൽ അവൻ മാത്രമേ പാടുള്ളൂ. എച്ചിലോണിൻ്റെ കേസിൽ ലീഡിങ് നോൺ സീറോയ്ക്ക് താഴെയുള്ള മാത്രമാണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോളം സെറ്റായി. ഇനി അടുത്തത് അവനാണ്. അപ്പോൾ ഇവൻ്റെ കേസിൽ നോക്കുമ്പോൾ ലീഡിങ് നോൺ സീറോ വാല്യൂ വരുന്നത് ഫസ്റ്റ് കോളത്തിലാണ്. അവൻ കിടക്കുന്ന കോളത്തിൽ ബാക്കി എല്ലാവരും 0 ആണ്, ആൾറെഡി 0 ആയി. അപ്പോൾ ഇതെന്താണ്, റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോർമാറ്റിലാക്കി. ഓക്കെ, അപ്പോൾ ഇത് RRE ഫോർമാറ്റാണ്, RRE ഫോർമാറ്റാണ്. ഓക്കെ, ഇതാണ് നമ്മൾ റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോർമാറ്റ്. ഇതിനകത്ത് അതായത് ഇത് ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ഡയഗണൽ എലമെൻറ്റ്സ് ആണ് നമ്മൾ ബേസിക് വേരിയബിൾ, അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ സാധനത്തിനെ എടുത്തിട്ട് ഈ ഒരു നമ്മളെ വേരിയബിൾ മെട്രിക്സ് ഇല്ലേ, ആ നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്താലും ഇങ്ങനെ ആക്കിയത്. അതിനെ വേരിയബിൾ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 1 എക്സും ഈ y ഇസഡിലും ഇതിലും ഈ എക്സ് ഇത് y അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് തരും, ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതിൽ ഞങ്ങൾക്ക് x പ്ലസ് y എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ആയിരിക്കും പറഞ്ഞത്. അതായത് ബേസിക് വേരിയബിൾസ് ആണ് ഇങ്ങനെ വരുന്നത്, റിലേഷൻഷിപ്പ് ആയിട്ട് വരുന്നത്. അപ്പം ഈ ഡയഗണൽ എലമെൻറ്റ്സ് ആണ് നിങ്ങളുടെ ഇതിപ്പം ഫസ്റ്റ് നമ്മൾ എക്സ് എഴുതിയതുകൊണ്ടാണ് ഫസ്റ്റ് റോയിൽ വരുന്ന ഈ ഡയഗണൽ എക്സ് ആയിട്ട് എടുത്തത്. സെക്കൻഡ് ഇതിനകത്ത് വരുന്നത് വൈ അല്ലേ, അപ്പോൾ വൈനെ നമ്മൾ ഇങ്ങനെ എടുത്തു. തേർഡ് റോയിൽ കംപ്ലീറ്റ്ലി 0 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഇസെറ്റിന് നമ്മൾ എടുക്കാത്തത്. അവിടെ ഡയഗണൽ എലമെൻറ്റ് 0 ആണ്. ഇവിടെ ഡയഗണൽ എലമെൻറ്റ് 1, അതുകൊണ്ട് അത് നമ്മൾ ആദ്യം എടുത്ത് എഴുതിയിരിക്കുന്നത് എക്സ് ആണ്. സെക്കൻഡ് ഡയഗണൽ എലമെൻറ്റ് എന്ന് പറയുന്നത് 1, അത് വൈ ആണ്. അപ്പോൾ ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി എക്സും വൈയും ആണ്. അപ്പോൾ നമ്മളെ ഫ്രീ വേരിയബിൾ എന്താണ്, ഫ്രീ വേരിയബിൾ എന്ന് പറയുന്നത് ഇസെഡ് ആണ്. എക്സും വൈയും ആണ് നമ്മുടെ ബേസിക് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് ഈ സൊല്യൂഷൻ്റെ ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സ്പാന്, അതിൻ്റെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ്, അപ്പം എക്സും വൈയും ബേസിക് വേരിയബിളാണ്, അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഇസെഡ് ഫ്രീ വേരിയബിളാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഫ്രീ വേരിയബിളിനാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും ബേസിക് വേരിയബിളാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും പറയും. അപ്പോൾ ഇനിയുള്ള കേസുകൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നത്, അപ്പോൾ നമ്മൾ ബേസിക് വേരിയബിൾ എക്സും വൈയും, ഫ്രീ വേരിയബിൾ ഇസെഡ്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇസെഡ് ഫ്രീ വേരിയബിൾ ആണല്ലോ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണല്ലോ. അപ്പോൾ ഇസെഡിനെ ഉപയോഗിച്ച് നമ്മൾ എക്സിനെയും വൈനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. കാരണം എസും വൈയും ആണല്ലോ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ബേസിക് വേരിയബിൾ. അപ്പോൾ അവരെ നമുക്ക് ഇസെഡിനെ ഉപയോഗിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോർമാറ്റിൽ കിട്ടിയ മെട്രിക്സിന് നമ്മൾ വേരിയബിൾ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് വലിയ മാറ്റമൊന്നും വരത്തില്ല, കാരണം റോ ഓപ്പറേഷൻസ് ഒന്നും ചേഞ്ച് ഒന്നും വരത്തില്ല നമ്മുടെ സൊല്യൂഷനിലേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോർമാറ്റിനെ നമ്മൾ മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് 3/3 മെട്രിക്സ് ആണ്, ഇത് 3/1 മെട്രിക്സ് ആണ്. അപ്പം സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് 3/1 ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇക്വേഷൻസ് എങ്ങനെ വരും,
എക്സ് പ്ലസ് 0 പ്ലസ് ഇസഡ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ ബി മാട്രിക്സ് ആണെങ്കിൽ എഴുതാം. നമ്മൾ റിസൾട്ട് മാട്രിക്സ് ആണ് ഈ എഴുതുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു ഇവിടെ നമ്മളിത് ഈ ബേസിക് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഈ മാട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. അതായത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റി എഴുതുന്നു, അത്രേ ഉള്ളൂ. y ഈക്വൽ ടു 0 ആണ്. അതേപോലെ 0 ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് നമുക്ക് ഈ രണ്ട് മാട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കോളം മാട്രിക്സ് ആണ്. കാരണം 3/3യും 3/1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/1 ഫോർമാറ്റിലുള്ള ഒരു മാട്രിക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് ഇസഡ് ഈക്വൽ ടു 0യും y ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻസ് അത് മാറ്റി എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ ഇസഡിന് നമുക്ക് ഫ്രീ വേരിയബിളാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അതിന് എന്ത് വാല്യൂ ആണോ ഇടാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇസഡിന് നമ്മൾ ആൽഫ എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തു. അപ്പോൾ എക്സ് പ്ലസ് ആൽഫ ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് ആൽഫ എന്ന് കിട്ടി. ഇല്ല, എക്സ് ഈക്വൽ ടു മൈനസ് ആൽഫ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് മൈനസ് ആൽഫ എന്ന് കിട്ടി. വൈയുടെ വാല്യൂ 0 എന്ന് കിട്ടി. ഇസഡിൻ്റെ വാല്യൂ എന്താണ്? നമ്മൾ ആൽഫ ഇട്ടു, ആൽഫയാണ് ഇസഡിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സൊല്യൂഷൻ സ്പാൻ എന്തെന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന ഈ നമ്മുടെ ഈ മീറ്റർസില്ലേ, വേരിയബിൾ മീറ്റർസിൽ ഈ സൊല്യൂഷൻ അങ്ങ് എടുത്തിട്ടാൽ മതി. അതായത് എക്സിൻ്റെ വാല്യൂ എന്താണ്? മൈനസ് ആൽഫ. ഇവിടെ നമുക്ക് മൈനസ് ആൽഫയാണ് കിട്ടിയത്. വൈയുടെ വാല്യൂ എന്താണ്? 0. ഇസഡിൻ്റെ വാല്യൂ എന്താണ്? ആൽഫ. ഇതാണ് നിങ്ങളുടെ സ്പാൻ. ഓക്കെ, അതായത് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ആൾ ദ സൊല്യൂഷൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഇന്ന് ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എങ്ങനെയായിരുന്നു? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ എന്നല്ലേ പറഞ്ഞത്. ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ്റെയും കളക്ഷനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്പാൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നിങ്ങൾക്ക് ആൽഫയ്ക്ക് എന്ത് വേണോ വാല്യൂ കിട്ടും. നിങ്ങൾ ഇപ്പോൾ ആൽഫയ്ക്ക് 5 ഇട്ട് കൊടുത്താൽ -5 0 5 അതൊരു സൊല്യൂഷനാണ്. ഓക്കെ, അതൊരു സൊല്യൂഷനാണ്. 3 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുത്താൽ -3 0 3 അതൊരു സൊല്യൂഷനാണ്. അതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പാൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ ലീനിയർ ആൾജിബ്രയിലെ തുടക്കത്തിൽ ഞാൻ ഈ ഒരു ബേസിക് ബേസിസ് വേരിയബിൾസിൻ്റെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അത് ബേസിക്സ് വേരിയബിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ നമുക്ക് ഫിസിക്സിലൊക്കെ ഐ വെക്റ്റർ ജെ ക്യാപ്പ് എന്ന് പറഞ്ഞ രണ്ട് യൂണിറ്റ് വെക്റ്റേഴ്സ് ഉണ്ട്. ആ യൂണിറ്റ് വെക്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ 2D സ്പേസിലെ എന്ത് പോയിൻ്റ് വേണം നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവരെ ബേസിസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ബേസിസ് വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഒന്നത് 90 ഡിഗ്രിയാണ്, അതുകൊണ്ട് അവരെ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഐനെ ഒരിക്കലും നമുക്ക് ജെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ജെനെ ഒരിക്കലും നമുക്ക് ഐയും വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവരെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്, ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ്. ആ ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ അവർ കിടക്കുന്ന ആ 2D സ്പേസിനെ കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവരെ ബേസിസ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബേസിസ് വെക്റ്റേഴ്സ് എപ്പോഴും 90 ഡിഗ്രി തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഇങ്ങനത്തെ 2 വെക്റ്റേഴ്സ് ഉണ്ടാവാം. ആ വെക്റ്റേഴ്സിന് ഈ ഒരു അവർ ചില ഒരു സബ്സെറ്റ് ഓഫ് ഈ ഒരു കേസിൻ്റെ ചിലപ്പോൾ ഒരു സബ്സെറ്റ് ഓഫ് സ്പേസ് അവർ ഈ 2 വെക്റ്റേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും 90 ഡിഗ്രി തന്നെ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്പാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നമ്മൾക്ക് ബേസിസ് വെക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. ബേസിസ് വെക്ടർ എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ ഈ ആൽഫയാണ് എടുത്ത് വെളിയിലിട്ടാൽ ബേസിസ് വെക്ടർ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടേഴ്സാണ്. ഫണ്ടമെൻ്റൽ വെക്ടേഴ്സിനെയാണ് നമ്മൾ ബേസിസ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള മാട്രിക്സിനെയാണ് വെക്ടേഴ്സിനെയാണ് നമ്മൾ ബേസിസ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ബേസിസും ബേസിക്കും വേറെയാണ്. ഇവിടെ നമ്മൾ ബേസിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും ആണ്. അത് ബേസിക് വേരിയബിളാണ്. ബേസിക് ഇവിടെ നമ്മൾ ബേസിസ് വെക്ടേഴ്സാണ് പറയുന്നത്. ബേസിസ് എന്ന് പറയുന്നത് എന്താണ്? ആൽഫ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ -1 0 1. ഓക്കെ, -1 0 1 ആണ് നമ്മുടെ ബേസിസ് വെക്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയും വെച്ച് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ച് ഇങ്ങനത്തെ നിങ്ങൾ ഇത് UPSC എഞ്ചിനീയറിംഗ് സർവീസിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലെന്തി ആയിട്ട് വരുന്നത്. ഗേറ്റ് പോലത്തെ എക്സാംസിന് ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ യൂഷ്വലി ഇവിടെ ഈ നമ്മൾ എ എന്ന് പറഞ്ഞ മാട്രിക്സ് സ്റ്റെറിയോ ഡയമെൻഷനുള്ളതായിരിക്കും. 1/3 അങ്ങനെ എന്തെങ്കിലും ഉള്ള മാട്രിക്സ് ആയിരിക്കും. അത് ഷോർട്ട് കട്ട് ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ബേസിസ് വെക്ടർ, സ്പാൻ, ഫ്രീ വേരിയബിൾസ്, ബേസിക് വേരിയബിൾസ്, പിന്നെ നമ്മൾ റെഡ്യൂസ്ഡ് റോ എച്ചലോൺ ഫോർമാറ്റ്, എച്ചലോൺ ഫോർമാറ്റ്, ഇതെല്ലാം കൂടെ ഒരു പ്രോബ്ലത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിങ്ങൾ കഴിവതും റീവാച്ച് ചെയ്ത് നോക്കുക. മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, എനിക്ക് പറ്റുന്നതല്ലേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം.